ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ചെമ്പനിപ്പൂവിൻ്റെ ഇന്നത്തെ കഥ. പ്രമോള് നമുക്ക് ചെമ്പനിപ്പൂവിൽ സച്ചിന് രവതിനൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ അവരെ കാണാൻ പോകുന്നത് സച്ചി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞപ്പോൾ കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല, അപ്പോൾ വീട്ടിലേക്ക് വന്നോളൂ പറഞ്ഞിട്ട് സച്ചി വരാൻ നിൽക്കുമ്പോൾ ഇവള് പേഴ്സ് എടുത്തിട്ട് വേഗം ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. അമ്മ പിന്നാലെ വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും രേവതി കേൾക്കുന്നില്ല. കാരണം രേവതി സച്ചി വരുന്നതിനുള്ള സന്തോഷത്തിൽ വേഗം ഓടി പോവാണ്. സച്ചിക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോവാണ്. അമ്മ വരുമ്പോൾ നല്ല കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സച്ചിക്ക് വേണ്ടിയിട്ടും പുറത്ത് പോയി മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് രേവതി ഒന്നും കേൾക്കാതെ വേഗം പോകുന്നത്. എന്നിട്ട് അവൾ തന്നെ പോയി മീനൊക്കെ മേടിച്ച് വരുമ്പോൾ 2-3 അവരുടെ നാട്ടുകാരെ കാണും, അവരോട് സംസാരിക്കും. അപ്പോൾ രുചിയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെയാണ് സച്ചി നിന്നെ പിരിഞ്ഞിരിക്കാനൊക്കെ ചോദിച്ചിട്ട് അവർ കളിയാക്കും. അവൾ പറയും സച്ചിയായിട്ട് വരുന്നുണ്ട്, എനിക്ക് വേഗം പോയിട്ട് കറിയൊക്കെ ഉണ്ടാക്കണം പറഞ്ഞിട്ട് അവൾ വേഗം തിരിച്ചു വരികയാണ്. മീനൊക്കെ വാങ്ങി വരുമ്പോൾ അമ്മ ചോദിക്കും, ഇതൊക്കെ നീ മീനൊക്കെ വാങ്ങിയിട്ട് വന്നെന്ന് അറിയും. അപ്പോൾ അവൾ പറയും സച്ചിയേട്ടൻ വരുന്നുണ്ട്, ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, അപ്പോൾ സച്ചിയേട്ടന് വേഗം കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, സമയമില്ല അമ്മ, മാറി പിന്നെ വർത്തമാനം പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ അമ്മേനെ മാറ്റുമ്പോൾ അമ്മ പറയും, രേവതി നിനക്ക് തീരെ ബുദ്ധിയില്ലേ, നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്, സച്ചിക്ക് ഇപ്പം ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, ആടിമാസമല്ലേ, നിങ്ങൾ പിരിഞ്ഞിരിക്കണം പറയുമ്പോൾ. അപ്പോൾ രേവതി പറയും, അതിനെന്താ അമ്മ, വിശന്നിട്ടാണ് അദ്ദേഹം വരുന്നത്, കുറച്ച് ഭക്ഷണം കഴിക്കാനാണ്, അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, വേണ്ട അങ്ങനെയൊന്നും പാടില്ല, എനിക്ക് പേടിയായിട്ട് വയ്യാന്ന് രേവതിയുടെ അമ്മ പറയുമ്പോൾ, അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എന്നിട്ട് അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വന്നിട്ട് രേവതി പറയും, എന്നാൽ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറയും. എന്നിട്ട് അവൾ മീനോട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ, അതല്ല ഞാൻ പറഞ്ഞത്, പിന്നെ എന്താ അമ്മ പറയുന്നത്, വിശന്ന് വരുന്ന ആളോട് ഇങ്ങോട്ട് വരണ്ട, ഇവിടെ ഫുഡില്ല എന്ന് ഞാൻ പറയണോ? എനിക്കങ്ങനെ പറ്റില്ല. എൻ്റെ ഭർത്താവിന് വിശന്നിരിക്കും, ഞാൻ സമ്മതിക്കില്ല, എനിക്ക് എന്തായാലും അദ്ദേഹത്തിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അമ്മ സമ്മതിക്കാന്ന് വെച്ചാൽ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് വരും എന്ന് പറഞ്ഞു. അതിന് അവൻ വന്നോട്ടെ, താഴത്തെ എവിടെയെങ്കിലും ഇരുന്ന് കഴിച്ചോട്ടെ എന്ന് പറയും. പറ്റില്ല, എന്താ അമ്മ അല്ലെ അന്യരെ പോലെ സംസാരിക്കുന്നത്, സച്ചേട്ടൻ വന്ന് ഇവിടെ നിന്ന് ഇരുന്ന് കഴിച്ചിട്ട് പോളൂ എന്ന് രേവതി പറയും. അവസാനം രേവതിയുടെ അമ്മ അതിന് സമ്മതിക്കും. എന്നിട്ട് രേവതിയുടെ അനിയത്തിയോട് പറയും, നീ എന്താ മീൻ കൂട്ടാനിക്കുള്ളതൊക്കെ ഉണ്ടാക്ക്, അപ്പോഴേക്ക് ഞാനത് നന്നാക്കാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അവർ എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങും. രേവതിയുടെ അമ്മ എന്നിട്ട് എന്താ സച്ചിക്ക് കൊടുക്കാൻ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങിയിട്ട് വരാൻ അനിയനോട് പറയുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് വർഷേനെയും ശ്രീകാന്തിനെയാണ്. അവർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയി, ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് ഒരു ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് വർഷയുടെ ഇഷ്ടം ശ്രീകാന്തിനോട് പറയുന്ന സീനൊക്കെ കാണുന്നത്. ഇത് കണ്ടുവരികയാണ് വർഷയുടെ അച്ഛനും അമ്മയും. അപ്പോൾ അത് അവർക്ക് നല്ല ദേഷ്യമാവും. അവർ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അമ്മ അവരുടെ അച്ഛനോട് നല്ല ഷൗട്ട് ചെയ്തിട്ട് പറയും, ഇങ്ങനെ അവൾക്ക് എല്ലാ ഫ്രീഡം കൊടുത്തിട്ടാണ് ഈ നടു റോട്ടിൽ വെച്ചിട്ട് അവൾ ഇങ്ങനെ ഒരു ചെക്കന് കൊടുക്കുന്നതൊക്കെ കണ്ടത്, അത്രയും അവളെ എങ്ങനെ നമ്മൾ വളർത്തിയതാണ്, എന്നിട്ട് നമ്മുടെ ശത്രുവിൻ്റെ മകനോട് അവളെ ഈ കറങ്ങണതും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുക, എന്തെങ്കിലും സമാധാനം ഉണ്ടാക്കാന്ന് ആൾ പറയും. എന്നിട്ട് ആള് ശ്രീകാന്തിൻ്റെ അച്ഛനെ, അതായത് രവീന്ദ്രനെ വിളിക്കും. രവീന്ദ്രനെ അനിച്ച് പെൻഷൻ കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ആൾ പറയും, എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാനൊന്നുമില്ല, ഞാൻ എന്തിനാ പെൻഷൻ കാശ് മേടിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ വന്നിരിക്കുകയാണ്, അതിൻ്റെ എന്തെങ്കിലും സംസാരിക്കാനാണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് സംസാരിക്കാം, അല്ലാതെ. അപ്പോൾ അയാൾ പറയും, അതിൻ്റെ അല്ല, ഇത് പേഴ്സണലായിട്ട് വേറൊരു കാര്യത്തിനാണെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും, എന്തിനാണെന്ന് വെച്ചാലും ഇനി നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല, എന്നെ കാണുന്ന വെച്ചാൽ ഞാൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ വരണമെന്ന് പറയും, അല്ലാതെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരില്ല, എന്തായാലും എനിക്കിപ്പോൾ സമയമില്ല, എപ്പോൾ വരണമെന്ന് ഞാൻ അപ്പം പറയും, അപ്പം സംസാരിക്കാമെന്ന് പറയും. കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചിനെയാണ്. സച്ചി കാറുകൊണ്ട് വരും. വന്ന വഴിക്ക് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് ഇറങ്ങുമ്പോഴത്തേന് സച്ചിക്ക് നല്ല ഇത് വരും, സ്മെല്ല് വരും ഭക്ഷണത്തിൻ്റെ. അപ്പോൾ സച്ചി വേഗം ഓടി കയറിയിട്ട് പറയും, മീൻ കറിയാണല്ലേ, മീൻ വറുത്തതൊക്കെ ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതിക്ക് സച്ചിനെ കണ്ട് നല്ല സന്തോഷം. രേവതി വേഗം സച്ചിനെ കഴിക്കാനൊക്കെ ഇരുത്തി ഇരിക്കുമ്പോൾ അമ്മ ചോദിക്കും, മോൻ വേഗം പോവില്ലേ എന്ന് പറയില്ലേ. അപ്പോൾ രേവതി എന്താ ഇങ്ങനെയെന്നൊക്കെ പറയും. രേവതി ഓരോ ആക്ഷനൊക്കെ കാണിക്കും. അപ്പോൾ സച്ചി പറയും, എനിക്ക് തിരക്കൊന്നുമില്ല, മെല്ലെ കഴിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറയും.
അല്ല മോനെ ഓട്ടം ഉണ്ടാവില്ലേ എന്നൊക്കെ പറയും. ഈ സമയത്തൊന്നും അങ്ങനെ ഓട്ടമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അനിയനും അനിയത്തേക്ക് ഇരിക്കും. അതിൻ്റെ ഇടയിൽ കൊണ്ട് രേവതിയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് സച്ചി പറയും, ഇനി ഇപ്പോൾ ഓട്ടൊന്നും ഉണ്ടാവില്ല, ഞാനൊന്ന് കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറയുമ്പോൾ രേവതിയുടെ അമ്മയ്ക്ക് ആകെ ടെൻഷനാവും. അപ്പോൾ രേവതി പറയും ആ റൂമിൽ പോയി കിടന്നോളൂ എന്ന് പറയും. രേവതി കൊണ്ട് അവിടെ കിടന്നിട്ട് രേവതി വാതിലടച്ചിട്ട് പുറത്തേക്ക് വരും. എന്താ അമ്മ, ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നോട്ടെ, അതിനൊന്നും പ്രശ്നമല്ലേ, ഇങ്ങനെ പ്രശ്നമാക്കല്ലേ, അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണം, ആരെയും ഇങ്ങനെ പേടിക്കുന്നത്. രേവതിയുടെ അനിയത്തി പറയും, അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, സച്ചേട്ടനല്ലേ, സച്ചേട്ടൻ അവനോട് അവിടെ കുറച്ച് നേരം കിടന്നോട്ടെ എന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന എല്ലാവരോടും സംസാരിച്ച് സച്ചി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സുധി ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയ കാറ് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആള് ഇവനോട് കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചു വരാനും വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചു വരാനൊക്കെ പറയുമ്പോൾ സുധിക്ക് അത് ഇഷ്ടാവില്ല. അങ്ങനെ സുധിയുടെ ജോലി പോവും. ആ ജോലി പോകുന്ന കാര്യം സുധി കുറേ കരഞ്ഞു കാല് പിടിക്കും, എന്നാലും ജോലി പോവും. സുധിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സുധി ഇത് പറയാൻ വേണ്ടിയിട്ട് പാർലറിൽ പോയിട്ട് ശ്രുതിയെ കാണാൻ പോകുമ്പോൾ ശ്രുതി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ശ്രുതിനെ ഫോൺ വിളിക്കുമ്പോൾ ശ്രുതിയുടെ വീട്ടിലാണല്ലോ. അപ്പോൾ ശ്രുതി പറയും ഞാൻ പാർലറിലുണ്ട് പറയും. അപ്പോൾ ശ്രുതി പറയും ഞാനും പാർലറിലുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും നമ്മുടെ പാർലറിലല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാർലറിലാണെന്ന് പറയും. അവർക്ക് 3-4 ബ്രൈഡൽ വർക്ക് വന്നതുകൊണ്ട് അത് ഹെൽപ്പ് ചെയ്യാൻ വന്നതാണെന്ന് പറയും. ഓക്കെ ശരി, എന്നാൽ ശ്രുതി വീട്ടിൽ പോയിക്കോളും, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. ശ്രുതി വീട്ടിൽ പോയിട്ട് ചന്ദ്രയോട് ഇങ്ങനെയൊക്കെ പറയും. ചന്ദ്രയുടെ മടിയിൽ വന്ന് തല വെച്ച് കണ്ടിട്ട് ഇങ്ങനെ കുറേ പറയും.